തമിഴ്നാട്ടിൽ നടുക്കടലിൽ മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടി. ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാളെ കാണാതായി. നാഗപട്ടണം സ്വദേശി ശിവനേശ ശെൽവമാണ് മരിച്ചത്. കാലാതിനാഥനെയാണ് കടലിൽ കാണാതായത്. വല മുറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനീഷ് മൂർത്തി ചെന്നൈയിൽ ചേർന്നു. മനീഷ്, ഒരേ കപ്പലുള്ളവരാണോ തല്ലുകൂടിയത്? എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഒരേ ബോട്ടിലുള്ള ആളുകളല്ല, 2 ബോട്ടുകളിലായി. അതായത് ഈ മരിച്ച ശിവനേശൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാലാതിനാഥൻ, അതുപോലെ ഗുരുതരമായി പരിക്കേറ്റ ആത്മനാഥൻ, ഇവർ 3 പേരും ഒരു ബോട്ടിലായിരുന്നു. ഇവർ സഹോദരങ്ങളാണ്. ഇവരവിടെ, അതായത് ഈ നാഗപട്ടണം തീരത്ത് നിന്ന് ഏകദേശം 2 മൈൽ അകലെയുള്ള ഒരു മേഖലയിൽ ഇവർ വലയിട്ടുകൊണ്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വല മറ്റൊരു ബോട്ടിലെത്തിയ ഒരു സംഘം മത്സ്യത്തൊഴിലാളികൾ ഈ പറഞ്ഞ രീതിയിൽ വല മുറിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ഈ നേരത്തെ എത്തിയ, അതായത് മറ്റ് ബോട്ടിലെത്തിയ ആളുകൾ ഇവരുടെ ബോട്ട്, ഈ കാലാതിനാഥൻ്റെ ഒക്കെ ബോട്ട് ഇടിച്ച് മറിക്കുകയായിരുന്നു. ഇവർ 3 പേരും വെള്ളത്തിൽ പോവുകയും കടലിൽ പോവുകയും ചെയ്തു. അതിൽ അങ്ങനെയാണ് കാലാതിനാഥനെ കാണാതാകുന്നത്. ഈ ശിവനേശൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ബോട്ടുകളിൽ എത്തിയ ആളുകളാണ് ഇവരെ 2 പേരെയും, ഈ ആത്മനാഥനെയും അതുപോലെ തന്നെ ശിവനേശനെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ ആത്മനാഥൻ ഗുരുതര പരിക്കുകളോടുകൂടി നാഗപട്ടണം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവർ അവിടെ നിന്നും വേദാരണ്യത്തേക്ക് പോവുകയായിരുന്നു. ഈ അപകടത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ അക്രമത്തിന് ശേഷം ഇവർ വേദാരണ്യത്തേക്ക് പോവുകയായിരുന്നു. വേദാരണ്യത്തിൽ വെച്ചാണ് കോസ്റ്റ് ഗാർഡ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 7 പേര് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ ബോട്ടിൻ്റെ, അതായത് മറ്റേ ബോട്ടിൻ്റെ ഉടമയെയും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈവറെയും പോലീസ് തിരയുന്നുമുണ്ട്. എന്തായാലും നടുക്കടലിലാണ്, ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഒരാൾ മരിച്ചു, ഒരാളെ ഇപ്പോൾ കാണാതായിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള, ഈ കാലാതിനാഥന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ശിവനേശ ശെൽവമാണ് മരിച്ചത്. സുഹൈൽ.